എന്താ സൈനബ രാവിലെ തന്നെ എന്തോ എഴുതിക്കൊണ്ടിരിക്കണേ? എന്തെങ്കിലും കുനിച്ചിട്ട് നോക്കിയായിരിക്കും. ഞാനേ നന്നാവാൻ തീരുമാനിച്ചിരിക്കണ്. അതിനോണ്ട് എന്നോട് പ്രത്യേകിച്ച് ഒന്നും പറയണില്ല. എടി കുൽസേ, ഞാൻ ഉണ്ടല്ലോ ഒരു കാര്യം പറയട്ടെ. ജീവിതത്തിൽ നടക്കാത്ത സ്വപ്നം ഈ നന്നാവല്. ഞാനുടെ കുറിച്ച് എന്തിനു പറ കുൽസോ, ഞാൻ ഒരു കാര്യം പറയാം. 2024 കഴിയാനേക്കണ്, 2025 തുടങ്ങാൻ പോവാണ്. അപ്പൊ നമ്മളെ കുറച്ചേരം നന്നാവണം. ഇങ്ങനെ ഒരു ജാതി കളി മത്സരം നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ കുറച്ച് തീരുമാനങ്ങളൊക്കെ എഴുതിയിരിക്കണേ. ആ തീരുമാനങ്ങളൊക്കെ ഞാൻ പറയും. എന്നിട്ട് ആ തീരുമാനങ്ങൾ വെച്ചിട്ട് നമ്മൾ അടുത്ത കൊല്ലം നന്നാവാൻ പോവാണ്. ആയിക്കോട്ടെ, എന്റെ തീരുമാനങ്ങളൊക്കെ ഒന്ന് വായിച്ചാ ഞാൻ നോക്കട്ടെ. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ എഴുതിയ കാര്യം എന്താണെന്നറിയോ? നമ്മക്കേ കുറച്ച് കുശുമ്പും കുഞ്ഞാനും കുറ്റം പറയലും കൂടുതലാണ്. അപ്പൊ ഇനി മുതൽ നമ്മൾ അതൊക്കെ കണ്ടു നിർത്തണം. നമ്മള് നല്ല മനുഷ്യന്മാരാവാൻ പോവാ. അത് നല്ല കാര്യ. നാക്കിന് പണി ഉണ്ടാക്കാണ്ടിരിക്കാലോ. അത്ത എനിക്കൊരു കളിയാക്കിയ മരത്തെ പറിച്ചത്. കുൽസോ, ജലജില്ല പോണത്? ജലജിട്ടിട്ടുള്ള ആ വെള്ളയില് ചോന്ന പുള്ളിയുള്ള നീറ്റി, അതാ സൽമാന്റെ നീറ്റിയല്ലേ? ഈ പെണ്ണിന് വേറെ പണിയൊന്നുമില്ല. ഈ പഞ്ചായത്തിൽ എല്ലാരും നീറ്റി വാങ്ങിയിട്ട് ഇങ്ങനെ നടന്നോളൂ. ഇത് ആ ടൗണിൽ ഇഷ്ടം പോലെ ഇങ്ങനത്തെ കൊറേ ഉണ്ട്. അപ്പോൾ സെയിം ആയത് വാങ്ങിയതായിരിക്കും. അതോ സെയിം ആയതോ? അതെ, സൽമാന്റെ നെറ്റ് തന്നെയാണ്, എനിക്ക് ഉറപ്പാണ്. എന്ത് പെണ്ണാണ് എല്ലാരും നെറ്റ് വാങ്ങിയിട്ടിട്ട് ഇങ്ങനെ നടക്കുക? നമുക്ക് വേറെ പൈസ ഇതൊന്നും കൊടുക്കണില്ല നമ്മളെ കിട്ടിയവന്. സൽമാന്റെ നെറ്റാന്ന് എനിക്ക് ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്. കഴിഞ്ഞ ദിവസേ അങ്ങാടി പോയപ്പോ മൈമൂൻ എന്നോട് പറഞ്ഞു സൽമ കുളിച്ചില്ല എന്നുള്ളത്. അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിട്ടേ ഞാൻ നമ്മളെ കഴിഞ്ഞ കുടുംബശ്രീക്ക് പോയപ്പോ ആരും പറയുന്നത് പേരെടുത്തിട്ടോളാം നെറ്റിൽ ഒരു വരണ്ട് വരുന്നത്. ഇവിടെ തിരുവലുണ്ടോ കുളിച്ചിലുണ്ടോ അപ്പൊ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ആ നെറ്റിനെ നട്ടിട്ട് പോയിക്കണം. അതിൽ ആ വര കാണുന്നുണ്ട്, ശരിക്കും കാണുന്നുണ്ട്. രണ്ടു കാര്യം മനസ്സിലായില്ലേ? സൽമ കുളിച്ചില്ലാന്നും ജലജ ഇട്ട് പോയത് സൽമാന്റെ നെറ്റിയാണെന്നും. എന്താ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ കാട്ടിയ ചെയ്യാ? പറയിപ്പിക്കാനായിട്ട് നമ്മുടെ നാട്ടിലുള്ളവരെ നമ്മളാരും കുറ്റം പറയരുത്. ഇടക്ക് നാക്കിങ്ങനെ ചൊറിയുമ്പോളേ എന്തെങ്കിലും ശരിയാവണം. ശരിയാവാതെ എവിടെ പോകാൻ? ഇനി നമ്മൾ ആരും കുറ്റവും പറയില്ല. അല്ലാതെ ചിരിച്ച് തിരിച്ച് അങ്ങോട്ട് പോണേ. നോക്കണേ, പിന്നെണ്ടല്ലോ കുൽസോ, നമ്മക്കേ ഇനി ആരെ കല്യാണം മുടക്കരുത്. നമുക്ക് എല്ലാരെ കല്യാണം നടത്തിയത് കൊടുക്കണം. അത് നല്ല കാര്യ. അവര് വരുന്നുണ്ടല്ലോ ചെയ്യുന്നപ്പാ. ആരാ താത്ത, ഈ സൽമാന്റെ വീട് ഏതാ? ഞാൻ സൽമാന്റെ പെണ്ണ് കാണാൻ വന്നത്. ഏത്? ആ സൽമാന്റെ മോളതോ? എന്റെ ബനയാൻക്ക് വേറൊരു പെണ്ണിനെ കിട്ടിയില്ലേ? ഈ നാട്ടിൽ എന്തോ ഒരു പെണ്ണുങ്ങളുണ്ട്. എനിക്ക് എന്തിനാ സൽമാന്റെ മോളെ കെട്ടാൻ കിട്ടിയത്? ആ പെണ്ണേ 24 മണിക്കൂറും ഒരു ചെക്കൻ ഇങ്ങനെ ബൈക്കിൽ ഒരു വലിയ ബാഗും തൂക്കിയിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് ആ ചെക്കനോട് ഇങ്ങനെ കുടുങ്ങി വർത്താനം പറയാ, ചെക്കന് പൈസ കൊടുക്കുക, ചെക്കൻ്റെ സാധനങ്ങൾ ഇങ്ങോട്ട് വാങ്ങുക. അതന്നെ ഇവക്ക് ദിവസവും പണി. എന്നാണ് അങ്ങനെ ഒരു ചെക്കന്റെ ആ ബാഗത്തെ ബാണ്ടക്കെട്ട് ബാഗിൽ കയറി ഒളിച്ചോടാൻ മതി. എനിക്ക് പഞ്ചായത്തിന് വേറെ ഒരു പെണ്ണിനും കിട്ടിയില്ലേ? സൽമാന്റെ പേരല്ലേ ചോദിച്ചത്? ഇവിടുന്ന് അങ്ങനെ ഉണ്ട് പോയിട്ട് ആ സൈഡിൽ കണ്ട് തിരിഞ്ഞ ഒരു പുഴ ഉണ്ട്. അപ്പൊ പുഴന്റെ അപ്പുറത്താണ് ഓളെ പേരുള്ളത്. ശരി, എന്നാ ഞാൻ പോട്ടെ. കൈക്ക് പോലും കാണിച്ചരാ. ഓന് പെണ്ണ് കെട്ടാൻ വേറെ എവിടുന്ന് കിട്ടായിട്ട് സൽമാന്റെ മോളും ചോദിച്ചു വന്നിട്ടുണ്ട്. പോയോ? അല്ല സീനബാ, ഓന്റെ പോക്ക് കണ്ടിട്ട് ഓൻ കല്യാണ പെണ്ണിനെ വിട്ടു പോയിന്നാ തോന്നുന്നത്. ഇനി ഞാൻ കല്യാണം മുടക്കിയതല്ലോ, ഞാൻ ഉള്ള കാര്യം പറഞ്ഞു കൊടുത്തതല്ലേ. ഇപ്പൊ ഓൻ കല്യാണം മുടക്കി പോവാണെങ്കിൽ അത് ഓന്റെ കുഴപ്പം. വിശ്വാസമാണ് മനുഷ്യന്മാരായാൽ. എന്തേലും പറയുമ്പോ അത് കേട്ടിട്ട് തുള്ളലാണോ എല്ലാരും കൂടി? എടി പൊട്ടത്തി, പൈസ കൊടുത്തിട്ട് ഇങ്ങോട്ട് സാധനം വാങ്ങുന്ന ഡെലിവറി ബോയ് ആണ്. ഓളിങ്ങനെ ഓരോന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്യും. അതൊക്കെ വരുന്ന ബോയ് ആണ്, അതല്ലാതെ കാമുകനല്ല. ഡെലിവറി ബോയ് ആണെങ്കിൽ എന്താ? ഡെലിവറി ബോയ് എന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. എന്ത് ബോയ് ആണെങ്കിലും ബോയ് അല്ലേ? ഇങ്ങനെ പെണ്ണുങ്ങള് ഓരോടത്ത് ഇങ്ങനെ പോയിട്ട് പൈസ ഇങ്ങനെ അങ്ങോട്ട് കൊടുത്ത് സാധനങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് വാങ്ങലാണോ പണി? ഇതാ ഒന്നുമല്ല, അത് വേറെന്തോ പ്രശ്നമാണ്. അല്ല പിന്നെ 5 മിനിറ്റ് മുമ്പാണ് പറഞ്ഞത് കല്യാണം മുടക്കൂലാന്ന്. എത്തായി വളി പോത്ത് പള്ളയുള്ള പോലെ ഓടുന്നു. കുൽസോ, നമ്മളില്ലേ ഈ കുറച്ച് പ്രകൃതിനോട് സ്നേഹമൊക്കെ കാട്ടണം. നമുക്ക് കൊറേ ചെടിയാള് നടണം. കുറച്ച് പട്ടിയും പൂച്ചയും പാറ്റയും പല്ലിയും എല്ലാം വേണം. നമ്മളിനി ആരും ഉപദ്രവിക്കാൻ പാടില്ല. കൊറേ ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ട് നമ്മൾ വളർത്തണം എല്ലാരും.
ഓ ഇവിടെ അന്നെപ്പോലത്തെ പോത്തിന് തന്നെ സഹിക്കാൻ പറ്റില്ല. അപ്പളാ ഇനി പട്ടിയും കുടിച്ച്. നമുക്കേ ഇനി ഫാമിൽ പോയിട്ട് നിറയെ ചെടികൾ വാങ്ങണം. എന്നിട്ട് നമുക്ക് ഇവിടെ 2025 കഴിയുമ്പോക്കിന് ഒരു പൂന്തോട്ടം ഒരു കുന്ന് കാടുണ്ടാക്കി വെക്കണം. ഒരു മനുഷ്യൻ വന്ന വെള്ളം എടുത്ത് കൊടുക്കാത്ത തീയാണ് ചെടികൾക്ക് വെള്ളമൊക്കെ കൊടുക്കണത്. അല്ലെങ്കിൽ തന്നെ ആരും നന്നാവാൻ ശ്രമിച്ചാലും അതിന്റെ കൂടെ ഇങ്ങനെ ചെയ്താമാരമാരി കുറെ എണ്ണങ്ങൾ ഉണ്ടാവും പിന്നാലെ. പിന്നെ എങ്ങനെ മനസ്സിലായി തന്നാ? അല്ല ജലജന്റെ കോയില്ല പറമ്പ് കയറുന്നത്. ഈ ജലജന്റെ കോയിനെ കൊണ്ട് അതൊരു കഷ്ടമാണ്. അല്ലെങ്കിൽ ഈ ചട്ടിയും കോയും കുറെ പോത്തോളം ഈ കോയിനൊക്കെ വാങ്ങിയിട്ട് എന്തോ ഒരു കഷ്ടം അറിയോ? റോട്ടിൽ കൂടെ മുഴുവൻ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് കാട്ടിട്ട് ഇങ്ങനെ നടന്നോളൂ. ഈ ജലജ കൃതികളൊക്കെ കൊണ്ടിട്ട് വല്ല പുഴയിൽ ഉറിഞ്ഞൂടെ? അല്ല അപ്പൊ പ്രകൃതിയോടുള്ള സ്നേഹം, പ്രകൃതിനോട് സ്നേഹം, കോയിക്കാട്ടം കാട്ടിട്ടുള്ള സ്നേഹം ഒന്നും ഇവിടെ മാറ്റം വേണ്ട. ജലജനെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ചവിട്ടിക്കുട്ടി. ഞമ്മക്കുണ്ടല്ലോ പുൽസോ, ആരോട് ചീത്ത പറയാനോ അല്ലെങ്കിൽ ഇങ്ങനെ അയൽവാസികളോട് തല്ലുണ്ടാക്കാനോ ഒന്നിനും നിൽക്കരുത് കേട്ടോ. നമ്മള് വെറുതെ ആരൊക്കെയോ ചീത്ത പറയുന്നുണ്ടെന്ന് തോന്നല. തുടങ്ങുന്നുണ്ട് ഇനിയിപ്പൊ അടുത്തത്. ഇതിനെ ഞാൻ മിക്കവാറും തല്ലി കൊടുക്കണം. ആരാ വിളിച്ചേ? ഹലോ, ആ പറ ജമീല. ഏത്? ആ കൂറിന്റെ പൈസ എങ്ങാനും മര്യാദക്ക് നാളെ വരുമ്പോ കൊണ്ടെന്ന് തന്നിട്ടില്ലെങ്കിൽ എന്റെ ജമീല നാല് തീരുമാനം പറഞ്ഞുകൊണ്ട് 4 അടിയിൽ തീർന്നു. 5ാമതൊരു തീരുമാനം പറഞ്ഞ തൊള്ളൊക്കെ എന്നിട്ട് കിട്ടിയേനെ. പിന്നല്ലേ ഞാനൊരു തീരുമാനം എടുക്കും. അന്നെ കൊന്നിട്ട് 2025 ഞാനെന്റെ ജയിലിൽ കിടക്കും. പാലിക്കാൻ പറ്റാത്ത ഒരു തീരുമാനം എടുത്തോളന്നിട്ട് വന്നോളൂ. പോ ദജ്ജാലേ.